ഇലക്ഷൻ തൊട്ട് ആളകം നോക്കിയിട്ട് ആസാകുന്ന ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഇലക്ഷനിൽ സമദൂരം എന്ന് പറഞ്ഞിട്ട് സമം മാത്രമില്ല, ദൂരം മാത്രമായി. എന്തിനധികം സ്വന്തം സംഘടനയിലുള്ളവർ പോലും ഇപ്പോ സെക്രട്ടറിക്കെതിരാണ്. അത് മാത്രല്ല NSSനകത്ത് ഇപ്പോ എന്തൂട്ടൊന്നില്ലാന്ന്. അതെന്തായിരുന്നു? ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണുള്ളത്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികൾ. എന്ത് വർത്തികള്? ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. ഗണേഷ് സാറേ, ഈ സംഘടനയെ കുറിച്ചിട്ട് വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണേ? എന്റെ അച്ഛൻ 64 വർഷം NSS താലൂക്കുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ 18 വയസ്സിൽ മന്നത്ത് ആചാര്യൻ വാളകത്തെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് പത്തനാപുരം NSS താലൂക്കുണിന്റെ പ്രസിഡന്റ് ആക്കുന്നത്. 64 വർഷം പത്തനാപുരം NSS താലൂക്കുണിനെ നയിക്കുകയും NSSന്റെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റും സമ്പാദ്യവും ഉണ്ടാക്കിയ ഒരു താലൂക്കായി പത്തനാപുരം താലൂക്കിനെ മാറ്റിയത് R ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ അപമാനിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പിടിച്ചു കെട്ടാൻ ഈ ഇത്തിക്കണ്ണികൾക്ക് കഴിഞ്ഞില്ല. നമ്മളിങ്ങനെ ഒരാളെ കുറിച്ചിട്ട് മൈക്കയുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയണതിന് ഒരു അർത്ഥമില്ല. വ്യക്തത വേണം, വ്യക്തത. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കണം. ഈ കസേരയിലിരുന്നിട്ടല്ലേ ഇയാൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തത് അല്ലേ? ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേര അല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ട് നമുക്ക് ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറി ഇരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. വേറെന്തൊക്കെയാണ് ഈ ചെങ്ങായിയുടെ പരിപാടികൾ ഗണേശേട്ടൻ? മനസ്സ് തുറന്നങ്ങോട്ട് പറയേ. 43 പേർക്ക് ഒരു വീട്ടിൽ ജോലി കൊടുത്തു. ഒരു IT പാർക്ക് തുടങ്ങുന്നതിന് വരം ചായക്കട ഉണങ്ങിക്കൊള്ളാൻ പറയുക. തിരുവനന്തപുരത്തെ പ്രമുഖ നായർ നേതാക്കന്മാരൊക്കെ ഇപ്പം ചായക്കട നടത്തുകയാണ്. ഇപ്പൊ നമുക്ക് പെരുന്ന വരെ ഒന്ന് പോയാലോ? അല്ല, അയാൾ എന്തൊക്കെയായി ചെയ്യണമെന്നൊന്ന് നേരിട്ട് കാണാലോ. ഇപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പൊ നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നല്ല. പോയി കണ്ട പിന്നെ തലയുറയും പേനിന്റെ അസുഖം. അപ്പൊ ഇരിക്കരുത് അയാള്. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കിണിങ് ഒരു മണി അടിക്കും. ഉടനെ ആള് വെളിയിൽ നിന്ന് വരും. സൂപ്പറുണ്ട് പോയോ? 7 മണിയായി. ഏത് താലൂക്ക് യൂണിയനാ പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യക്ക് 7 മണിക്കാ പിരിച്ചുവിടുന്ന കേട്ടോ. ഇത് തന്നെ പരിപാടി അല്ല ഗണേശേട്ടാ. നിങ്ങൾ NSSൽ നിന്ന് പുറത്താക്കിയെന്നാണ് നാട്ടിലൊക്കെ ഒരു കരക്കമ്പി ഉള്ളതേ. ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ല ഓടലക്കി വന്നതാണല്ല. ഞാൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയത് ഇലക്ഷനിലൂടെയാണ്. ഇനിയിപ്പോ എന്തുട്ടാണ് ഈ NSS ഏകാധിപതിക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന്? നിങ്ങൾ മന്നത്ത് ആചാര്യന് വേണ്ടി സമരം ചെയ്യുക, തെരുവിലിറങ്ങുക. ഇത്തരം ഇത്തിക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമൂഹത്തിനും ഈ സമുദായത്തിന്റെ ആചാരനായ മന്നത്ത് ആചാര്യനും ആത്മാവിൽ സഹിക്കാത്ത കാര്യം. സമരം മാത്രം ചെയ്താൽ മതിയാ? പറ്റുമെങ്കിലും റീത്തും കൂടെ നമ്മൾ സംഘടിപ്പിച്ചോളുക. ഇനി സുകുമാരൻ നായരുടെ ഊഴാണ്. മൈക്ക് പാസ് ചെയ്തോളൂ. അല്ല സുകുമാരൻ നായരെ, അയക്കിപ്പോ എന്തെല്ലാം സ്ഥാനമുണ്ടെന്നും മാനമുണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഞാനായിട്ടത് പറയുന്നില്ല. അല്ല, KB-യുടെ അച്ഛനാണ് ഈ സംഘടന വളർത്തിയത് എന്നൊക്കെയാണ് KB ഗണേഷ് കുമാർ. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? അല്ല, അങ്ങയുടെ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്യാനും റീത്ത് വെക്കാനും ഒക്കെയാണ് പുറപ്പാട് അവരുടെ. 64 വർഷം അതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നടത്തിയ ഏകാധിപത്യ നടപടികളുടെ കാര്യമൊക്കെ അക്കം ഇട്ടിട്ട് നിരത്തിണ്ടാ. അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞും ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞും ഇങ്ങനെ മൂർച്ച കൂട്ടുമ്പോ കാണുന്നൊരു സുഖമുണ്ടല്ലോ. അതൊക്കെയല്ലേ ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.